തുടക്കം എങ്ങനെയാണ്? ജീവിതത്തിന്റെ ഒരു തുടക്കം നമ്മൾ അവിടെ പോയി എത്തുന്നു, ദുബായിലെത്തും, പിന്നെ ഒരു തുടക്കമുണ്ടല്ലോ, പിക്കായി വരാൻ കുറച്ച് സമയമുണ്ട്. അല്ല, ഇതില് എന്താ വെച്ചാൽ ജീവിതത്തില് ദുബായിൽ പോകുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദർഭം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാൻ ചെറുപ്പം തൊട്ട് പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു. അത് സ്കൂളിലായാലും കോളേജിലായാലും ടോപ്പ് ഇതിൽ ഞാൻ തന്നെയായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ജീവിതത്തിന്റെ ഒരു എന്താ പറയുക, ഒരു ഘട്ടത്തില് ഇതേ പറഞ്ഞ പോലെ ദുബായിൽ ഒരു കസിന്റെ വെഡ്ഡിങ്ങിന്റെ ഭാഗമായിട്ട് എത്താനും അവിടെ നിന്ന് ഞാൻ തിരിച്ചു പോരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത്, അന്ന് BBA കഴിഞ്ഞ് നിൽക്കുന്ന സമയം, റിസൾട്ടൊന്നും വന്നിട്ടില്ല, റാങ്ക് പ്രതീക്ഷിച്ച് നിൽക്കുന്നു കോളേജിലൊക്കെ. അങ്ങനെ നിൽക്കുന്ന ഒരു അവസരത്തിലാണ് കുടുംബത്തിലുള്ള ചില വിഷയങ്ങളെ കുറിച്ചിട്ട് കുടുംബാംഗങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാൻ ഭാഗമായിട്ടും അതിന്റെ ഭാഗമായി എന്തുകൊണ്ട് ഇനി ഉപരിപഠനത്തിന് വേണ്ടി ചെലവ് എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളൊരു ചോദ്യചിഹ്നം മുന്നിൽ വന്നു. ആ ഒരു കാരണത്തെ കൊണ്ടും അന്ന് എൻ്റെ ഫാദറിന്റെ ആ ഒരു എന്താ പറയുക സിറ്റുവേഷനെ കുറിച്ചിട്ട് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ ഒരു മാസത്തെ ദുബായ് ജീവിതത്തിലാണ്. ആ ഒരു കാരണത്തെ കൊണ്ടാണ് ദുബായിൽ ഞാൻ നിന്നത്. പക്ഷെ അന്ന് കുറച്ചും കൂടി മനസ്സിലായത് ജീവിത അനുഭവങ്ങളാണ്. ഞാൻ കാണുന്നത് എൻ്റെ കുടുംബത്തിലുള്ള ബാക്കിയുള്ള അംഗങ്ങളെല്ലാം നല്ല ഫിനാൻഷ്യലി വെൽ ഓഫ് ആയിട്ട് നിൽക്കുന്ന സമയം. പക്ഷെ ഞാനൊരു ജോലി തേടി ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് വളരെ അടുത്ത ബന്ധുക്കൾ വരെ നമ്മളതിനെ അകറ്റാനാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഒരു 4-5 ബെഡ്റൂം ഒരു ഡ്യൂപ്ലെക്സ് ഫ്ലാറ്റിൽ നിന്ന് ഒരു ചെറിയ റൂമിൽ 7 പേര് ഷെയർ ചെയ്യുന്ന ഒരു റൂമിലും 14 പേര് യൂസ് ചെയ്യുന്ന ഒരു ബാത്റൂമും യൂസ് ചെയ്യാനുള്ള ഒരു ഘടകത്തിലേക്ക് വരിക. അപ്പൊ ജീവിതത്തിന്റെ ആ ഒരു വലിയ ചേഞ്ച് ഓവർ വരുന്നത് അവിടെയാണ്. പക്ഷെ അന്നാണ് ഒരു മനുഷ്യന്റെ വാല്യൂ അവന്റെ കയ്യിലുള്ള പണമാണ് നിർണ്ണയിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഭാഗം ഞാൻ മനസ്സിലാക്കിയത്. ആ ഒരു കുറച്ച് നാളുകൾ ഞാൻ ഈ പറയുന്ന എന്താ പറയാ അബ്ര സൈഡിലൊക്കെ പോയി ഞാൻ ഇരുന്ന് കുറെ ചിന്തിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഈ ബിൽഡിംഗ് ഒക്കെ നോക്കിയിട്ട്. അപ്പൊ ഇത് മനസ്സിൽ ശരിക്കും ഒരു വികാരമായി മാറി. ആ വികാരം ഒരു മുറിവായി, ആ മുറിവ് എനിക്കൊരു പ്രചോദനമായി. അതിൽ നിന്നാണ് പണത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ നല്ലൊരു കമ്പനിയിൽ തന്നെ ജോലി കിട്ടി. ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഡയറി പ്രൊഡ്യൂസേഴ്സാണ് അവര്. 2 ദിവസത്തെ ഒഴിവുണ്ട്, 5 മണി വരെ ജോലിയുള്ളൂ. ഞാൻ രാവിലെ കാലങ്ങളിൽ നേരത്തെ നീക്കുന്നത് കൊണ്ട് ആ സമയങ്ങളിൽ എനിക്ക് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒരു എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആ കാലഘട്ടങ്ങളിൽ കാർ വാഷിംഗ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായിരുന്നു ഒരു വരുമാന മാർഗം അന്നത്തെ. കാരണം അന്ന് ഈ പറഞ്ഞ പോലെ ദുബായും ബാക്കിയുള്ളൊന്നും അറിയില്ല. ഇദ്ദേഹം പറയുന്ന പോലെ ഒരു കരാമയും ഒരു ബുർജുമാനേ അറിയുള്ളൂ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ AC-ലിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ബുർജുമാൻ്റെ ഉള്ളിൽ പോയിരിക്കാറുണ്ട്. കാരണം നടന്ന് വന്ന് ആകെ വേർത്ത് ആകെ ചൂട്. എനിക്കൊന്നും ഓർമ്മയുണ്ട്, എൻ്റെ ആദ്യം ഇവിടെ കേരളത്തിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഷൂസ് നടന്ന് തേഞ്ഞ് ഇങ്ങനെ ഒരു മോഹൻലാൽ ചെരിഞ്ഞ് നിൽക്കുന്ന പോലെ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്ന അവസരം എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് 2005-6 കാലഘട്ടങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പൊ അന്ന് ഞാൻ പറയില്ല, ഈ വേർപ്പും ഇതുമൊക്കെ കാരണത്താൽ ഇതിൽ കയറി നിൽക്കും. ഇനി ഓഫീസിൽ പോകുന്ന സമയത്ത് നമ്മൾ ഈ മദീനയിൽ ടെസ്റ്റർ സ്പ്രേ കിട്ടും. ഇതെടുത്തിട്ട് ചകമകാന്ന് അടിക്കും, അവിടെ വെക്കും, സുഖസുന്ദരമായിട്ട് പോകും. അപ്പൊ ഇങ്ങനത്തെ കാലഘട്ടങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ഒരു ഇടവിട്ട വേളകളിൽ ഒരു 14 വാഹനങ്ങൾ ഞാൻ കഴുകിയിരുന്നു. അതിൽ നിന്ന് എൻ്റെ ജീവിതത്തിന്റെ ഒരു 40% പണം അല്ലെങ്കിൽ അധിക സമ്പാദ്യം വന്നിരുന്നത് ആ കാലഘട്ടങ്ങളിൽ ഈ പൈസ കൊണ്ടാണ്. ആ ഒരു കാരണത്തെ കൊണ്ട് ഇന്ന് എനിക്ക് വലിയ ഒരു വീടോ അല്ലെങ്കിൽ വലിയ വൻമതിലുള്ള വീടൊന്നും ഞാൻ വെച്ചിട്ടില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിലെ ഒരു അഭിലാഷമായിട്ടുള്ള ആ 14 കാറുകൾ എൻ്റെ വീട്ടിന്റെ മുന്നിൽ ഞാൻ അതിനാണ് 14 കാറുകൾ. അതിനാണ് നമ്മൾ കഴുകിയത് 14 വാഹനങ്ങളാണ്. അതെ, അതിന്റെ ഓർമ്മയ്ക്കാണ് 14 വാഹനങ്ങൾ വാങ്ങിയത്. അപ്പൊ മുറിവ് ഏൽപ്പിച്ചെങ്കിലും അത് വ്രണമായില്ല. ഇല്ല അല്ലെ? അതൊരു പ്രചോദനമായി. പിന്നെ ജീവിതത്തിൽ അറിവെന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. ബന്ധങ്ങളുടെ, ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു ആത്മീയ ബന്ധം ഒരു മനുഷ്യനായിട്ട് തോന്നുന്നത് നമ്മൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അദ്ദേഹം നമ്മളുടെ സന്ദർഭങ്ങളിൽ നമ്മുടെ കൂടെ നിൽക്കുന്നു. അപ്പൊ ഞാനും ഇദ്ദേഹത്തിനടുത്ത് പറഞ്ഞു, ജീവിതത്തിൽ എനിക്ക് ഇനി എന്തൊരു അവസരം വരികയാണെങ്കിലും, കാരണം ഇദ്ദേഹം ഈ പടം ചെയ്യുന്ന സമയത്ത് ഇതിന് മുന്നേ എത്രയോ ഡയറക്ടർമാർ എന്നെ സമീപിച്ചിട്ടുണ്ട്. എത്രയോ ഡയറക്ടർമാര് എന്നെ കണ്ടിട്ടുണ്ട്, ഭാഗങ്ങള് കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ, ഒന്നിലും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇദ്ദേഹം എന്നെ കാണുന്നു. 2-ാമത്തെ ദിവസം 3-ാമത്തെ ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞേ, കഥ പോലും ഞാൻ ഈ പടത്തിന്റെ ചോദിച്ചിട്ടില്ല. ഞാനാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞത്, താനിക്ക് വേറെ ആൾ വേണ്ട, ഈ പടം ഞാൻ പ്രൊഡ്യൂസ് ചെയ്തോണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ ഒരു ഊർജം അല്ലെങ്കിൽ കലയോടുള്ള ഒരു താല്പര്യം, ആ എക്സ്പ്രഷൻസ് ഒക്കെ എനിക്ക് ഇന്നും ഓർമ്മ ഉണ്ട്.
അപ്പൊ അതൊരു വ്യക്തിയുടെ, ഇപ്പൊ ഇദ്ദേഹമൊക്കെ പറഞ്ഞ പോലെ നാടകത്തിലൊക്കെ ആ അഭിനയിക്കാനുള്ള ആ ഒരു ഇത് ഇദ്ദേഹത്തിന് ആ ഒരു എന്താ, പിന്നെ ഇദ്ദേഹത്തിന്റെ വളരെ നല്ല മൂവിയായിട്ടുള്ള ടൂമൻ, അതിൽ ഇദ്ദേഹം അഭിനയിച്ചത് വളരെ നന്നായിട്ട് അഭിനയിച്ചു. അപ്പൊ അത് കണ്ടതിന് ശേഷമാണ് പിന്നീട് ഇതിലേക്കും എത്തുന്നത്. അപ്പൊ ഈ 2-3 കാരണത്തെ കൊണ്ടാണ് അന്ന് ഈ ഒരു കൺഫേം ആയിട്ട് നമ്മൾ ഈ പ്രൊജക്റ്റിലേക്ക് വന്നത്.